പരിശുദ്ധമായ ശരീഅത്തിലേക്ക് കടന്നു വന്ന ഫൈസലിനെ മറക്കാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസം ഇതാ പാവപ്പെട്ട ഇന്ന് ഞാൻ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ ഒരു പൊന്നുമോള്, ആ പൊന്നുമോള് തന്റെ പിതാവിന്റെ അമ്മയുടെ മടിയിലിരിക്കുന്നത് കണ്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. കുഞ്ഞുമക്കളാണ്. അല്ലാഹുവിന്റെ റസൂല് പോലും ഈ കുഞ്ഞുമക്കളോട് എത്രയോ വിനയമാണ്, കാരുണ്യമാണ് കാണിച്ചത്. യതീമായ പൊന്നുമോളല്ലേ. ആ പൊന്നുമോളുടെ ആ ഒരു മുഖം കണ്ടാൽ ഏത് ക്രൂര ഹൃദയന്റെയും ഹൃദയം അലിഞ്ഞു പോവുകയില്ലേ? പാവപ്പെട്ട സഹോദരനാണ്. പരിശുദ്ധമായ ശരീഅത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിലല്ലേ മരിക്കപ്പെട്ടതെങ്കിൽ ഫൈസലേ നീ മരിച്ചിട്ടില്ല. നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ ശുഹദാക്കളായ ഹംസ, സയ്യിദ് ശുഹദായി ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അനുചരന്മാരോടൊപ്പം സ്വർഗ്ഗത്തിൽ പരിലസിക്കുകയാണ്. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഒരു വഖ്ത് നമസ്കാരം പോലും ഖളാആക്കാതെ, ഒരു ജമാഅത്ത് പോലും മുടക്കാതെ പള്ളിയിലെ ഉസ്താദുമായി നല്ല ബന്ധമുള്ള ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ തന്റെ ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സഹാബാക്കളുടെ ചരിത്ര പാഠങ്ങൾ എനിക്കറിയാം. എനിക്കും അതുപോലെ ഷഹീദാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആ മനസ്സിന്റെ നീയത്ത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഷഹീദാക്കപ്പെടുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ കൂലിയല്ലയോ? തന്റെ ശരീരത്തിന്റെ ഭാഗത്തു നിന്ന് ഓരോ തുള്ളി രക്തവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിന്തപ്പെടുമ്പോ അതിന്റെ സവാബ് കുറഞ്ഞതല്ല, അതിന്റെ സവാബ് വണ്ണമാണ്, ഭീമമാണ്, പ്രതിഫലമുള്ളതാ. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ ആ സഹോദരന്. അതേപോലെ ദീനിന്റെ മാർഗത്തിൽ വെട്ടി നുറുക്കപ്പെട്ട എത്രയോ സാധുക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബിനിയെ നീ ഏറ്റെടുക്കണേ നാഥാ. ആ കുഞ്ഞുമക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്.